ജൂലൈ 30 ഹൃദയഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകൾ അവിടെ എത്തുന്നു. പുത്തുമലയുടെ പുതിയ പേരാണ് ഈ ഹൃദയഭൂമി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധി ആഷ്മി താജ് ഇബ്രാഹിമുണ്ട്. ആഷ്മി നമുക്കൊപ്പം ചേരുന്നു. ഒരുപാട് ദുഃഖങ്ങൾ പേറുന്ന മനുഷ്യരെയാണ് ഒരുപക്ഷെ ആഷ്മിക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ നേർചിത്രം ഇപ്പോൾ ഹൃദയഭൂമിയുടെ? ഹൃദയഭൂമിയിൽ ഹൃദയവേദനകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർ അവരുടെ ബന്ധുക്കളെ, പ്രിയപ്പെട്ടവരെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അവർ അവരുടെ കുഴിമാടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. വല്ലാതെ ഹൃദയം തകർന്ന രീതിയിൽ കരയുന്നു. നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വേദനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അവർക്ക് മറക്കാവതല്ല. ഈ ഒരു വർഷമാവുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മകൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിന്റെ ഓർമ്മകൾ ഫീഡ് ചെയ്യാനുള്ള സമയമാവുന്നില്ല. അത് കൂടുതൽ കൂടുതൽ തെളിമയോടെ അവിടെ ഹൃദയത്തിലേക്ക് വരണം. ഇപ്പോൾ ഇവിടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് ഒരാണ്ട് എന്ന ഒരു ചിത്രത്തിൽ ഇവിടെ മരിച്ച ആദ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മുതൽ റംലത്ത് എന്ന് പറയുന്ന ഒരാളുടെ വരെയുള്ള ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പുത്തുമല ദുരന്തത്തിൽ ഇവിടെ വിട പറഞ്ഞ മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാർക്ക് കേരള പോലീസിന് ആദരം അർപ്പിക്കാനുള്ളൂ. ഗാർഡ് ഓഫ് ഓണർ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു ആദരം ഒരു വർഷമാകുമ്പോഴേക്കും മരിച്ചവർക്ക് ഒരു ആദരം അർപ്പിക്കുന്ന ചടങ്ങിലേക്ക് ഇവിടെ പോലീസ് കടക്കാൻ പോകുന്നു. രാവിലെ മുതൽ തന്നെ ഹൃദയഭൂമിയിലേക്ക് ഒരുപാട് മനുഷ്യന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആദരം അർപ്പിക്കുന്നുണ്ട്. ടി സിദ്ദീഖ് എം എൽ എ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്പസമയത്തിന് ഇവിടെ പോലീസിന്റെ ഒരാദരം, ഈ മരിച്ചവർക്കുള്ള ഒരു ആദരം ഇങ്ങോട്ട് അർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ നിവേദടക്കം 3 മക്കളെ നഷ്ടപ്പെട്ട അനീഷിന്റെയും അമ്മയുടെയും ഒക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അവരുടെ കുഴിമാടത്തിനും മുന്നിൽ വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ, മുട്ടായികൾ, ചോക്ലേറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ചും ഈ സാമ്പ്രാണത്തിൽ കത്തിച്ചും ഒക്കെ ആദരമർപ്പിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മളിവിടെ കണ്ടു. എല്ലാവരും അങ്ങേയറ്റം വേദന നിറഞ്ഞ ഹൃദയത്തോടുകൂടി തന്നെ ഇവിടെ നിൽക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഈ ഹൃദയഭൂമിയിൽ കാണുകയാണ്. ഒരു വർഷമാകുമ്പോഴേക്കും മതപരമായ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നടക്കാനും പോകുന്നുണ്ട്. ഇവിടെ മഴ പെയ്യുന്നു. ആ മഴ എന്ന് പറഞ്ഞ ഉറപ്പായും സങ്കട മഴയാണ് എന്ന് തന്നെ പറയാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം അത് അങ്ങോട്ടേക്ക് കുറെ അധികം മീസാൻ കല്ലുകൾ, കുറെ അധികം കുഴിമാടങ്ങൾ ഇവിടെ നമുക്ക് കാണാം. അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ പുഷ്പം അർപ്പിക്കുന്ന കുറെ അധികം മനുഷ്യന്മാരെ നമുക്ക് കാണാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ചെറിയ ശവപ്പെട്ടികൾക്കാണ് വെയിറ്റ് കൂടുതൽ, ഭാരക്കൂടുതൽ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ അടക്കം കുഴിമാടങ്ങളിൽ അവിടെ വന്നിരുന്ന ആദരമർപ്പിക്കുന്ന മാതാപിതാക്കളിലൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് തൊണ്ടയിടാൻ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. എല്ലാവരും അവിടെ വന്ന് വിതുമ്പിക്കൊണ്ട് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന, അവരുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുന്ന ഏറ്റവും സങ്കടകരമായ മണിക്കൂറുകൾ ഈ ഹൃദയഭൂമിയിൽ അങ്ങോട്ട് പുരോഗമിക്കുന്നു. ഇവിടെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ അല്ലെങ്കിൽ ആദരം നൽകാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിവിടെ ഈ ഹൃദയഭൂമിയിൽ നിൽക്കുമ്പോഴും അവർക്ക് മറക്കാനാവാത്ത വേദനകൾ അവർ പറയുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞത് കഴിഞ്ഞു, ഈ ഓർമ്മകളെ അവർക്ക് മായ്ക്കാൻ കഴിയില്ല. ഈ ഓർമ്മകൾ എല്ലാ കാലം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു കല്ലിൽ കൊത്തിവെച്ച പോലെ മരിക്കുവോളം ആ ഓർമ്മകൾ ഉള്ളതാണ്. ഇവിടെ ആ കുഴിമാടത്തിന് ചുറ്റും പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. ആ പുല്ലൊക്കെ പറിച്ചു മാറ്റുന്ന അടുത്ത പ്രിയപ്പെട്ട ബന്ധുക്കളെ കാണാം. നേരത്തെ ഒരു അമ്മ ഇവിടെ വന്നിരുന്നു. ഹൃദയം തകർന്ന് നിലവിളിച്ചു നിൽക്കുന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടു. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചകളല്ല. അവരെപ്പോഴും പറയുന്നു, ആ ഓർമ്മകൾ ഞങ്ങൾ പറിച്ചു മാറ്റാൻ കഴിയാത്ത ഓർമ്മകൾ. പക്ഷേ ഇവിടെ ബാക്കിയുള്ളവർക്ക് മുന്നോട്ടേക്ക് ജീവിച്ചേ മതിയാവുകയുള്ളൂ. അവരുടെ ജീവിതം അവരുടെ സുഖമായി, അല്ലെങ്കിൽ അവരുടെ പഴയ ഇതുപോലെ ഒന്നും ആവില്ലെങ്കിൽ കൂടിയും പഴയതിന് പകുതിയെങ്കിലും അവരുടെ ജീവിതം പഴയ രീതിയിലാക്കാൻ എല്ലാവർക്കും ബാധ്യസ്ഥമാണ്. എല്ലാവരും സർക്കാർ സംവിധാനങ്ങൾ ബാധ്യസ്ഥമാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായും കൂടുതൽ ശക്തമായും മുന്നോട്ടേക്ക് പോകണം എന്നവർ പറയുന്നുണ്ട്. ഒരു വർഷമാകുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള പട്ടിക, ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു പട്ടിക പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ തെല്ല് രോഷത്തോടെയും സങ്കടത്തോടെയും ഒക്കെ പറയുന്നു. അതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് ഉറപ്പായും അതിനുള്ള ന്യായവാദങ്ങളുണ്ട്. അവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ കുറ്റമറ്റൊരു പട്ടിക ഇന്നോ നാളെയോ ആയി ബാക്കി ഈ പറഞ്ഞ 402 പേരെ കൂടാതെ 57 പേരുടെ അപ്പീലുണ്ട്. 57 പേരിൽ 48 പേരോ മൊത്തം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പട്ടിക ഉടൻ തന്നെ വരും എന്ന് പറയുന്നുണ്ട്. അവർക്ക് വീട് വേണം, വീട് നഷ്ടപ്പെട്ടവരാണ്. ഇപ്പോഴും ഒരു ഗ്രാമം പോലെ അങ്ങോട്ട് ജാതിമത ഭേദങ്ങളില്ലാതെ അങ്ങേയറ്റം സൗഹൃദത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞ ഒരു വലിയ ജനതയാണ്. അവരിപ്പോൾ അങ്ങ് ചിതറിപ്പോയിരിക്കുന്നു. പല സ്ഥലങ്ങളിലായി പലയിടത്തായി കഴിയുകയാണ്. അവർക്ക് ഒരുമിക്കണം എന്നാൽ മാത്രം കേവലം ഒരു വീട്, അതിന്റെ 5 സെന്റ് വീട് മാത്രമല്ല, അതൊരു ജീവിതമാണ്. ഓരോ ജീവിതവും ഓരോ കമ്മ്യൂണിറ്റി ജീവിതമായിരുന്നു. അത് ഒരു വർഷം മുമ്പ് ഇതേ സമയം ഏതാണ്ട് ഇല്ലാതായി
പൂർണ്ണമായി അങ്ങ് ചിതറിത്തെറിഞ്ഞു പോയത്, ഭൂമി പിഞ്ഞിപ്പറിഞ്ഞു പോയത്. അപ്പോൾ അവർ പറയുന്നു അവർക്ക് വീണ്ടും അവരുടെ പഴയ ജീവിതം, ഇപ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് പുറത്തിറങ്ങിയാൽ കൂട്ടുകാരെ കാണാം, പ്രായമുള്ള 60 വയസ്സിന് മുകളിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തവരൊക്കെ അവരുടെ അയൽവാസികളെ കാണാതെ, അവരുടെ ബന്ധുക്കളെ കാണാതെ, എല്ലാ ദിവസവും ഒരുമിച്ച് കണ്ടിരുന്നവരെ കാണാതെ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, അതിന്റെ ട്രോമ, അത് വളരെ ഭീകരമാണ് എന്ന് പറയുന്നുണ്ട്. വീട് ഇന്നിപ്പോൾ മാതൃകാ വീടിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ വീടാകുമ്പോഴും അവരുടെ ജീവനോപാധി എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെടാത്ത മനുഷ്യന്മാർ ഇപ്പോഴും അട്ടപ്പാടിയിലടക്കം ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ടിൽപ്പെട്ട് പുറത്തേക്ക് പോയവരാണ്. അവരും ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ നിർവാഹമില്ലാത്തവരാണ്. അപ്പോൾ ജീവിക്കാൻ നിർവാഹമില്ലാത്തവർ, അവർക്ക് ജീവിക്കാൻ ജീവനോപാധികൾ ഞങ്ങൾക്ക് വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ഹൃദയഭൂമിയിലാണ് സ്കെയിൻ. ഹൃദയഭൂമിയിൽ കാണുന്നത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ്, കുഴിമാടങ്ങളുടെ കാഴ്ചകളാണ് സ്കെയിൻ.